എല്ലാവർക്കും നമസ്കാരം. ടോപ്പ് ട്യൂഷന്റെ ക്ലാസ് 9 ജിയോഗ്രഫി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസുകളിൽ നമ്മൾ ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥയെക്കുറിച്ചും അതിലെ വിവിധ മേഖലകളെക്കുറിച്ചുമൊക്കെ പഠിച്ചുവല്ലോ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ രസകരവും നമുക്കെല്ലാവർക്കും നിത്യജീവിതത്തിൽ ഒരുപാട് പ്രയോജനപ്പെടുന്നതുമായ ഒരു വിഷയമാണ്. പാഠത്തിന്റെ പേര് വിലയും വിപണിയും, പ്രൈസ് ആൻഡ് മാർക്കറ്റ്. നിങ്ങൾ കടയിൽ പോകാറില്ലേ? നമ്മൾ എന്തിനാണ് കടയിൽ പോകുന്നത്? നമുക്കാവശ്യമുള്ള സാധനങ്ങൾ വാങ്ങാൻ, അല്ലേ? ഈ ആവശ്യങ്ങളെ നമുക്ക് രണ്ടായി തിരിക്കാം: അടിസ്ഥാന ആവശ്യങ്ങളും ആഗ്രഹങ്ങളും. എന്താണ് അടിസ്ഥാന ആവശ്യങ്ങൾ? നമുക്ക് ജീവിക്കാൻ അത്യാവശ്യമായ കാര്യങ്ങളാണ് അടിസ്ഥാന ആവശ്യങ്ങൾ. അതായത് ഭക്ഷണം, വെള്ളം, വസ്ത്രം, വീട് എന്നിവയൊക്കെ. അപ്പോൾ എന്താണ് ആഗ്രഹങ്ങൾ? നമ്മുടെ ജീവിതം കൂടുതൽ സന്തോഷകരമാക്കാൻ സഹായിക്കുന്ന, എന്നാൽ ജീവിക്കാൻ അത്യാവശ്യമില്ലാത്ത കാര്യങ്ങളാണ് ആഗ്രഹങ്ങൾ. ഉദാഹരണത്തിന്, ഒരു കാർ വാങ്ങുന്നത് ഒരാഗ്രഹമാണ്. ഈ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും. നമുക്ക് ആവശ്യമുള്ള ഈ സാധനങ്ങളെല്ലാം എവിടെ നിന്നാണ് വരുന്നത്? അവയെല്ലാം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതാണ്, പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. ഉൽപ്പാദകർ നമ്മുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച് സാധനങ്ങളും സേവനങ്ങളും ഉണ്ടാക്കുന്നു. ഒരു നോട്ട്ബുക്ക് ഉണ്ടാക്കുന്ന കാര്യമൊന്ന് ആലോചിച്ചു നോക്കൂ. അതിന് എന്തൊക്കെ സാധനങ്ങൾ വേണം? മരം, പേപ്പർ പൾപ്പ്, യന്ത്രങ്ങൾ, പണിയെടുക്കാൻ ആളുകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വേണം. ഒരു ഉൽപ്പന്നം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഈ ഘടകങ്ങളെ നമ്മൾ ഇൻപുട്ടുകൾ എന്നു പറയുന്നു. അങ്ങനെ നിർമ്മിച്ചെടുക്കുന്ന ഉൽപ്പന്നത്തെ ഔട്ട്പുട്ട് എന്നും പറയുന്നു. ഇങ്ങനെ ഇൻപുട്ടുകളെ ഔട്ട്പുട്ടുകളാക്കി മാറ്റുന്ന പ്രക്രിയയാണ് ഉൽപ്പാദനം, പ്രൊഡക്ഷൻ. ഒരു ഉൽപ്പന്നത്തിന് ആവശ്യക്കാർ കൂടുമ്പോൾ അതിന്റെ ഉൽപ്പാദനം കൂട്ടേണ്ടിവരും, അല്ലേ? അതിനെന്ത് ചെയ്യാൻ പറ്റും? കൂടുതൽ ഇൻപുട്ടുകൾ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നല്ല സാങ്കേതിക വിദ്യ ഉപയോഗിക്കാം. ഇനി നമ്മൾ വാങ്ങുന്ന ആളുകളെക്കുറിച്ച് പറയാം. തങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ സാധനങ്ങളും സേവനങ്ങളും വാങ്ങുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ് ഉപഭോഗം, കൺസംഷൻ. അങ്ങനെ ചെയ്യുന്ന ആളെയാണ് ഉപഭോക്താവ് എന്നു പറയുന്നത്. അപ്പോൾ എല്ലാ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെയും പ്രധാന ലക്ഷ്യം ആരെ തൃപ്തിപ്പെടുത്തലാണ്? ഉപഭോക്താവിനെ. ഉപഭോക്താക്കളും ഉൽപ്പാദകരും തമ്മിൽ ഒരു ബന്ധമുണ്ട്. എന്താണത്? ഉപഭോക്താക്കൾക്ക് സാധനങ്ങൾ വേണമെങ്കിൽ ഉൽപ്പാദകരെ ആശ്രയിക്കണം. ഉൽപ്പാദകർക്ക് അവരുടെ സാധനങ്ങൾ വിൽക്കണമെങ്കിൽ ഉപഭോക്താക്കളെയും വേണം. ഉപഭോക്താവ് ഉൽപ്പാദകന് സാധനത്തിന്റെ വില നൽകുന്നു. അതുപോലെ ഉൽപ്പാദകന്റെ ഫാക്ടറിയിൽ പണിയെടുക്കുന്നത് ഉപഭോക്താക്കൾ കൂടിയാകാം. അപ്പോൾ ഉൽപ്പാദകൻ അവർക്ക് ശമ്പളം നൽകുന്നു. ഇതൊരു കൊടുക്കൽ വാങ്ങൽ പോലെയാണ്. ഈ കൊടുക്കൽ വാങ്ങൽ എവിടെയാണ് നടക്കുന്നത്? അതെ, മാർക്കറ്റിൽ. എന്താണീ മാർക്കറ്റ്? സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്നവരും വിൽക്കുന്നവരും തമ്മിൽ പരസ്പരം ബന്ധപ്പെടുന്ന ഒരു സംവിധാനത്തെയാണ് മാർക്കറ്റ് എന്നു പറയുന്നത്. അതൊരു കെട്ടിടം തന്നെ ആകണമെന്നില്ല. ഇപ്പോൾ ഓൺലൈൻ മാർക്കറ്റുകളില്ലേ? ഒരു മാർക്കറ്റിന് ചില പൊതുവായ സ്വഭാവങ്ങളുണ്ട്. 1, വാങ്ങുന്നവരും വിൽക്കുന്നവരും ഉണ്ടാകും. 2, ഒരു ഉൽപ്പന്നമുണ്ടാകും. 3, ഉൽപ്പന്നത്തിന് ഒരു വില നിശ്ചയിച്ചിട്ടുണ്ടാകും. 4, വാങ്ങുന്നവർക്കും വിൽക്കുന്നവർക്കും ഒരുപോലെ പ്രാധാന്യമുണ്ടാകും. ഇനി നമ്മൾ ഈ പാഠത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് കടക്കുകയാണ്. ഒരു സാധനത്തിന്റെ വില എങ്ങനെയാണ് തീരുമാനിക്കുന്നത്? നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ചിലപ്പോൾ തക്കാളിയുടെ വില കൂടുന്നു, ചിലപ്പോൾ കുറയുന്നു. എന്തായിരിക്കും ഇതിന് കാരണം? ഇതിന് പ്രധാനമായും 2 ശക്തികളാണ് കാരണം: ഡിമാൻഡും സപ്ലൈയും. നമുക്കാദ്യം ഡിമാൻഡ് എന്താണെന്ന് പഠിക്കാം. ഒരു സാധനം വാങ്ങാനുള്ള ആഗ്രഹവും അത് വാങ്ങാനുള്ള പണവും ആ പണം ചെലവഴിക്കാനുള്ള മനസ്സുമുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഡിമാൻഡ് എന്ന് പറയുന്നത്. വെറുതെ ഒരു സാധനം വാങ്ങാൻ ആഗ്രഹിച്ചാൽ അത് ഡിമാൻഡ് ആകുമോ? ഇല്ല. അത് വാങ്ങാനുള്ള കഴിവും മനസ്സും കൂടി വേണം. ഇനി ഡിമാൻഡും വിലയും തമ്മിൽ ഒരു ബന്ധമുണ്ട്. അതെന്താണെന്ന് നോക്കാം. ഒരു സാധനത്തിന്റെ വില കൂടുമ്പോൾ നമ്മളത് കൂടുതൽ വാങ്ങുമോ അതോ കുറച്ചു വാങ്ങുമോ? കുറച്ചേ വാങ്ങൂ, അല്ലേ? അതെ. ഇനി വില കുറഞ്ഞാലോ? നമ്മൾ കൂടുതൽ വാങ്ങും. ഇതിനെയാണ് ഡിമാൻഡ് നിയമം, അതായത് ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. അതായത് വിലയും ഡിമാൻഡും തമ്മിൽ ഒരു വിപരീത ബന്ധമാണുള്ളത്. ഒന്ന് കൂടുമ്പോൾ മറ്റേത് കുറയുന്നു. നമുക്കൊരു ഉദാഹരണം നോക്കാം. ഒരു പേനയുടെ വില 5 രൂപയാണെങ്കിൽ നിങ്ങൾ 50 എണ്ണം വാങ്ങുമെന്ന് കരുതുക. വില 10 രൂപയായി കൂടിയാൽ നിങ്ങൾ 40 എണ്ണമേ വാങ്ങൂ. വില 15 ആയാൽ 30 എണ്ണം, വില 20 ആയാൽ 20 എണ്ണം, വില 25 ആയാൽ 10 എണ്ണം മാത്രം. കണ്ടോ? വില കൂടുന്തോറും വാങ്ങുന്ന അളവ് കുറഞ്ഞു വരുന്നത് കണ്ടോ? ഈ പട്ടികയെ നമ്മൾ
ഡിമാൻഡ് പട്ടിക എന്ന് പറയുന്നു. ഇനി ഈ പട്ടികയെ നമുക്കൊരു ഗ്രാഫിൽ വരച്ചാലോ? അതിനെ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നു. ഗ്രാഫിന്റെ എക്സ് ആക്സിസിൽ അളവും വൈ ആക്സിസിൽ വിലയും രേഖപ്പെടുത്തി എന്നിട്ട് ഓരോ വിലയിലും വാങ്ങുന്ന അളവ് അടയാളപ്പെടുത്തി ആ പോയിന്റുകൾ യോജിപ്പിച്ചാൽ ഒരു വര കിട്ടും. ആ വര മുകളിൽ നിന്ന് താഴോട്ടേക്ക് ചരിഞ്ഞായിരിക്കും. അതെന്താണ് കാണിക്കുന്നത്? വിലയും ഡിമാൻഡും തമ്മിലുള്ള വിപരീത ബന്ധമാണ് അത് കാണിക്കുന്നത്. അപ്പോൾ ഡിമാൻഡ് എന്താണെന്ന് എല്ലാവർക്കും വ്യക്തമായോ? കൊള്ളാം. ഇനി നമുക്ക് രണ്ടാമത്തെ ശക്തിയായ സപ്ലൈയെക്കുറിച്ച് പഠിക്കാം. എന്താണ് സപ്ലൈ? ഒരു നിശ്ചിത വിലയ്ക്ക് ഒരു നിശ്ചിത സമയത്ത് വിൽക്കാനായി മാർക്കറ്റിൽ ലഭ്യമാക്കിയിട്ടുള്ള സാധനങ്ങളുടെ അളവിനെയാണ് സപ്ലൈ എന്ന് പറയുന്നത്. ഇനി സപ്ലൈയും വിലയും തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരിക്കും? നിങ്ങളൊരു കച്ചവടക്കാരനാണെന്ന് കരുതുക. ഒരു സാധനത്തിന് നല്ല വില കിട്ടുമ്പോൾ നിങ്ങൾ കൂടുതൽ വിൽക്കാൻ ശ്രമിക്കുമോ അതോ കുറച്ച് വിൽക്കാനോ? കൂടുതൽ വിൽക്കാൻ ശ്രമിക്കും, അല്ലേ? കാരണം കൂടുതൽ ലാഭം കിട്ടും. അതെ. ഇനി വില കുറവാണെങ്കിലോ? നിങ്ങൾ കുറച്ചേ വിൽക്കൂ. ഇതിനെയാണ് സപ്ലൈ നിയമം അഥവാ ലോ ഓഫ് സപ്ലൈ എന്ന് പറയുന്നത്. അതായത് വിലയും സപ്ലൈയും തമ്മിൽ ഒരു നേർബന്ധമാണുള്ളത്. ഒന്ന് കൂടുമ്പോൾ മറ്റേതും കൂടുന്നു. നമുക്ക് നേരത്തെ പേനയുടെ ഉദാഹരണം തന്നെ എടുക്കാം. വില 5 രൂപയാണെങ്കിൽ കച്ചവടക്കാരൻ 10 എണ്ണമേ വിൽക്കാൻ തയ്യാറാകൂ. വില 10 രൂപയായാൽ അയാൾ 20 എണ്ണം വിൽക്കും. വില 15 ആയാൽ 30 എണ്ണം, വില 20 ആയാൽ 40 എണ്ണം, വില 25 ആയാൽ 50 എണ്ണം വിൽക്കാൻ തയ്യാറാവും. കണ്ടോ, വില കൂടുന്തോറും വിൽക്കുന്ന അളവ് കൂടി വരുന്നത്? ഈ പട്ടികയെ നമ്മൾ സപ്ലൈ പട്ടിക അഥവാ സപ്ലൈ സ്കെഡ്യൂൾ എന്ന് പറയും. ഇതിനെ ഗ്രാഫിൽ വരച്ചാൽ നമുക്ക് സപ്ലൈ കർവ് കിട്ടും. ഈ കർവ് താഴെ നിന്ന് മുകളിലേക്ക് പോകുന്ന ഒന്നായിരിക്കും. അത് വിലയും സപ്ലൈയും തമ്മിലുള്ള നേർബന്ധത്തെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഡിമാൻഡും പഠിച്ചു, സപ്ലൈയും പഠിച്ചു. ഇനി ഈ രണ്ടും കൂടി എങ്ങനെയാണ് വില തീരുമാനിക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ ഉദാഹരണത്തിൽ വില 15 രൂപയായപ്പോൾ ഡിമാൻഡ് എത്രയായിരുന്നു? 30 എണ്ണം. സപ്ലൈയോ? അതും 30 എണ്ണം. അതായത് വാങ്ങാൻ വരുന്ന ആളുകളുടെ എണ്ണവും വിൽക്കാനുള്ള സാധനങ്ങളുടെ എണ്ണവും തുല്യമായി. ഈ അവസ്ഥയെയാണ് നമ്മൾ സന്തുലിതാവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ആ വിലയെ എന്തു വിളിക്കും? സന്തുലിത വില അഥവാ ഇക്വിലിബ്രിയം പ്രൈസ്. ആ അളവിനെയോ സന്തുലിത അളവ് അഥവാ ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി. അപ്പോൾ മാർക്കറ്റിൽ ഒരു സാധനത്തിന്റെ വില തീരുമാനിക്കപ്പെടുന്നത് ഡിമാൻഡും സപ്ലൈയും തുല്യമാകുന്ന പോയിന്റിലാണ്. ഡിമാൻഡ് കർവും സപ്ലൈ കർവും പരസ്പരം മുട്ടുന്ന പോയിന്റായിരിക്കും ഇത്. എപ്പോഴും മാർക്കറ്റിൽ ഈ സന്തുലിതാവസ്ഥയുണ്ടാകുമോ? ഇല്ല. ചിലപ്പോൾ ഡിമാൻഡ് കൂടുതലും സപ്ലൈ കുറവുമായിരിക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? ആവശ്യക്കാർ കൂടുതലും സാധനം കുറവുമാണെങ്കിൽ വില കൂടും. ഇനി ഡിമാൻഡ് കുറവും സപ്ലൈ കൂടുതലുമാണെങ്കിലോ? വാങ്ങാൻ ആളില്ല, പക്ഷെ ഒരുപാട് സാധനങ്ങൾ ഇരിപ്പുണ്ട്. അപ്പോൾ വില കുറയും. മാർക്കറ്റ് എപ്പോഴും ഈ സന്തുലിതാവസ്ഥയിലേക്ക് എത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇനി കച്ചവടക്കാർക്ക് എപ്പോഴും വില കുറയുന്നത് ഇഷ്ടമാണോ? അല്ല. അതവരുടെ ലാഭം കുറയ്ക്കും. അതുകൊണ്ട് ഉപഭോക്താക്കളെ ആകർഷിക്കാനും കൂടുതൽ വിൽപ്പന നടത്താനും അവർ ചില തന്ത്രങ്ങൾ ഉപയോഗിക്കും. ഇവയെ മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ എന്ന് പറയുന്നു. നിങ്ങൾ കടകളിൽ 50% ഓഫ്, ക്ലിയറൻസ് സെയിൽ എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടിട്ടില്ലേ? അതൊക്കെ ഈ തന്ത്രങ്ങളാണ്. ഡിസ്കൗണ്ട് കൊടുക്കുക, നല്ല നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ വിൽക്കുക, ഓൺലൈനായി വിൽക്കുക എന്നിവയെല്ലാം ഇതിൽപ്പെടും. എന്നാൽ ചിലപ്പോൾ സാധനങ്ങളുടെ വില വല്ലാതെ കൂടും. പ്രത്യേകിച്ച് അരി, പഞ്ചസാര പോലുള്ള അവശ്യ സാധനങ്ങളുടെ വില. ഇത് സാധാരണക്കാരെ ഒരുപാട് ബുദ്ധിമുട്ടിലാക്കും. അത്തരം സാഹചര്യങ്ങളിൽ സർക്കാർ ഇടപെടും. അതിനെ വില നിയന്ത്രണം എന്ന് പറയുന്നു. സർക്കാർ എങ്ങനെയാണ് വില നിയന്ത്രിക്കുന്നത്? ഒരു മാർഗം പൊതുവിതരണ സമ്പ്രദായമാണ്. റേഷൻ കടകൾ, സപ്ലൈകോ എന്നിവ വഴി സർക്കാർ കുറഞ്ഞ വിലയ്ക്ക് അവശ്യ സാധനങ്ങൾ നൽകുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെ കർഷകരെ സഹായിക്കാൻ സർക്കാർ മിനിമം താങ്ങുവില പ്രഖ്യാപിക്കും. വിളവെടുപ്പ് സമയത്ത് വില ഒരുപാട് കുറഞ്ഞുപോയാൽ കർഷകർക്ക് നഷ്ടം വരാതിരിക്കാനാണിത്. ഇനി ഏറ്റവും പുതിയൊരു മാർക്കറ്റിംഗ് രീതിയെക്കുറിച്ച് പറയാം. ഡിജിറ്റൽ മാർക്കറ്റിംഗ്. എന്താണിത്? ഇന്റർനെറ്റും കമ്പ്യൂട്ടറും മൊബൈൽ ഫോണുമൊക്കെ ഉപയോഗിച്ച് സാധനങ്ങൾ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന രീതിയാണിത്. ഓൺലൈൻ ഷോപ്പിംഗ്. ഇതുകൊണ്ട് പല ഗുണങ്ങളുമുണ്ട്. നമുക്ക് വീട്ടിലിരുന്ന് ലോകത്തെവിടെയുള്ള സാധനങ്ങൾ വാങ്ങാം, സമയം ലാഭിക്കാം. എന്നാൽ ചില ദോഷങ്ങളുമുണ്ട്, അല്ലേ? നമ്മൾ കാണുന്ന സാധനം തന്നെയാണോ കിട്ടുന്നതെന്ന് ഉറപ്പില്ല. അപ്പോൾ ഉൽപാദനം, ഉപഭോഗം, വിതരണം തുടങ്ങിയ സാമ്പത്തിക പ്രവർത്തനങ്ങളെല്ലാം ഒരു രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് വളരെ പ്രധാനമാണ്. ഡിമാൻഡും സപ്ലൈയും അനുസരിച്ച് മാർക്കറ്റിൽ വില നിശ്ചയിക്കപ്പെടുമ്പോൾ തന്നെ സാധാരണക്കാരുടെ താൽപ്പര്യം സംരക്ഷിക്കാൻ സർക്കാരും ഇടപെടുന്നു. ഇങ്ങനെയാണ് നമ്മുടെ സമ്പദ്വ്യവസ്ഥ മുന്നോട്ടു പോകുന്നത്. പിന്നെ നമ്മുടെ ഈ ടോപ്പ് ട്യൂഷൻ സെന്ററിൽ ചെറിയ ബാച്ച് സൈസിലാണ് ഹൈസ്കൂൾ ക്ലാസുകൾ ഉള്ളത്. അപ്പോൾ നല്ല മാർക്ക് വേണമെന്നുണ്ടോ? എങ്കിൽ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ഫേസ് ടു ഫേസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയോ അല്ലെങ്കിൽ യൂട്യൂബ് ക്ലാസ്സസ് ഉപയോഗിക്കുകയോ ചെയ്യുക.
പാലക്കാട് നിവാസികളെ ടോപ്പ് ട്യൂഷന്റെ ഫേസ് ടു ഫേസ് ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടുതലറിയുവാൻ 8006066363 എന്ന നമ്പറിലേക്ക് വിളിക്കുക. എല്ലാവരും നന്നായി പഠിക്കണം. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ.